ബിഗ് ബോസിന്റെ ലേറ്റസ്റ്റ് പ്രമോ വന്നിട്ടുണ്ട്. അപ്പൊ സീരിയലിന്റെ പ്രമോഷനുമായി ബന്ധപ്പെട്ടിട്ട് യുവാകൃഷ്ണയൊക്കെ ബിഗ് ബോസിൽ എത്തിയിട്ടുണ്ട്. അപ്പൊ ജാനകിയുടെയും അഭിയുടെയും വീട് എന്ന് പറയുന്ന സീരിയലിന്റെ പ്രമോഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ഇവർ 3 പേരും വന്നിരിക്കുന്നത്. ഒരു കുട്ടിയുമുണ്ട്. 16-ാം തീയതി ബിഗ് ബോസ് തീർന്നിട്ട് പിറ്റോസം മുതൽ ഇവരുടെ സീരിയൽ തുടങ്ങും എന്നൊക്കെയാണ് ഇവർ പറയുന്നത്. അർജുനും ആ കൊച്ചുമായിട്ടുള്ള ഒരു റാംബാക്ക് ഒക്കെ നടക്കുന്നുണ്ട്. പിന്നെ റസ്മിനെ പ്രമോയിൽ കാണാൻ സാധിക്കുന്നുണ്ട്. നാളെ ഇപ്പൊ നമുക്ക് റസ്മിനെയും അതുപോലെ തന്നെ അപ്സരയും രതീഷിനെയും ബിഗ് ബോസ് വീട്ടിൽ കാണാൻ സാധിക്കും. ഇവർ 3 പേരും ഇന്ന് കയറിയിട്ടുണ്ട്. വേറൊരു പ്രമോ വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിൽ ഗാർഡൻ ഏരിയയിൽ ഒരു കോലമൊക്കെ വച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ശ്രീതു ആദ്യം വന്ന് നോക്കുന്നുണ്ട്. പിന്നെ എല്ലാവരും വന്ന് നോക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പൊ ഇങ്ങനെ വച്ചിട്ടുണ്ട്. പക്ഷെ ആ സമയത്ത് അപ്പൊ വേറെ ഏതെങ്കിലും വഴിക്കൂടെ ആയിരിക്കും റസ്മിനകത്തേക്ക് വരുന്നത്. ബിഗ് ബോസ് അതിനുശേഷം എല്ലാവരും ലീവിംഗ് റൂമിൽ വിളിച്ചിരുത്തിയിട്ട് പറയുന്നുണ്ട് 2 കൊലയാളികൾ ജയിലിൽ ചാടി വീടിനുള്ളിൽ കയറിയിട്ടുണ്ട് എന്നൊക്കെ ഉള്ളത്. അതുകൊണ്ട് കൺഫെഷൻ റൂമിൽ വിളിച്ചിട്ട് അപ്പൊ ബിഗ് ബോസ് പറയുന്നുണ്ട് ഇതിന്റെ പുറകിലുണ്ടെന്നൊക്കെയുള്ള രീതിയിലൊക്കെ കളിയാക്കുന്നൊക്കെ ഉണ്ട്. അതിന്റെ ഋഷി അവിടെ നോക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. ജിൻഡോയോട് ബിഗ് ബോസ് പറയുമ്പോൾ ഇതൊരു പഞ്ചിനാണോ ഉള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട്. വെറുതെ സീൻ മോനെ എന്നൊക്കെ പറഞ്ഞാണ് ജിൻഡോ വരുന്നത്. അതിനുശേഷം അപ്പൊ ഒരു ശവക്കല്ലറയൊക്കെ കാണിക്കുന്നുണ്ട് ഗാർഡൻ ഏരിയയിൽ. ഇങ്ങനെ ഒരു ടാസ്ക് അപ്പൊ സീസൺ 3-ലൊക്കെ ഉണ്ടായിരുന്ന ഒരു ടാസ്ക് ആണ്. ഈ ടാസ്കിൽ അപ്പൊ ബിഗ് ബോസ് പറയും മറ്റൊരാളെ അറിയാണ്ട് തന്നെ ഒരു കാര്യം ചെയ്യിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ചെയ്യിപ്പിച്ചു കഴിയുമ്പോൾ അയാൾ മരിച്ചു പോകും. അങ്ങനെയാണ് ഈ ടാസ്ക് നടക്കുന്നത്. ചിലപ്പോൾ ഇവിടെ റീ എൻട്രി ആയിട്ട് കയറുന്നവരായിരിക്കും മറ്റുള്ളവരെയും കൊണ്ട് ചിലപ്പോൾ കാര്യങ്ങളൊക്കെ ചെയ്യിപ്പിക്കേണ്ടത്. നാളെ ഇപ്പൊ നമുക്ക് കാണാൻ സാധിക്കുന്നത് റസ്മിനെയും രതീഷിനെയും അപ്സരേനെയാണ്. നാളെ കഴിഞ്ഞ് നമുക്ക് ഗബ്രീനെയൊക്കെ കാണാൻ സാധിക്കും. ഗബ്രി ഇന്നപ്പോ ഹൗസിന്റെ ഉള്ളിൽ കയറിയിട്ടുണ്ട്.